ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു happybeadstv. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് വണ്ണം എങ്ങനെ കുറയ്ക്കാം, വണ്ണം എങ്ങനെ കൂട്ടാം. ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് പല ആൾക്കാരും മെസ്സേജ് അയക്കാറുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും ചേച്ചി പഠിച്ച പണി 18 ചെയ്തു, ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്തു, അതുപോലെ തന്നെ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് നോക്കി, രക്ഷയില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫാസ്റ്റായിട്ട്, അതായത് ഒരു 1 മന്ത് ടൈമിനുള്ളിൽ തന്നെ നമുക്കൊരു 5 to 8 kg അങ്ങനെ വലിയ സ്ട്രെയിൻ ഒന്നും എടുക്കാതെ എങ്ങനെ കുറയ്ക്കുക എന്നുള്ളതാണ്. ഒരു മാജിക്കൽ ഡ്രിങ്ക് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് കുറയ്ക്കുന്നത്. സൂപ്പർ റിസൾട്ടാണ്. ട്രൈ ചെയ്ത് നോക്കാം. 30 ദിവസം മുടങ്ങാതെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഡ്രിങ്കാണ് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അതുപോലെ തന്നെ എങ്ങനെ വെയിറ്റ് ഫാസ്റ്റായിട്ട് കൂട്ടാം, ഒരു 1 or 2 മന്ത്സിനുള്ളിൽ തന്നെ നമുക്ക് നന്നായിട്ട് വണ്ണം എങ്ങനെ വയ്ക്കാം, അതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഡ്രിങ്ക് നാളത്തെ വീഡിയോയിലുണ്ട്. നാളെ ഈവനിങ് 6 മണിക്ക് ഇടുന്ന വീഡിയോയിൽ നമുക്ക് എങ്ങനെ വെയിറ്റ് കൂട്ടുന്നുണ്ട്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മൾ എങ്ങനെ വെയിറ്റ് ഫാസ്റ്റായിട്ട് കുറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ആയുർവേദ ഷോപ്പിൽ പോയിട്ട്, ഇപ്പോൾ കോട്ടക്കൽ ആയുർവേദ ശാലയിലൊക്കെ പോയിട്ട് നമുക്ക് പറയാം, അല്ലെങ്കിൽ അടുത്തുള്ള ഏതാണ് നിയറസ്റ്റ് ആയിട്ടുള്ള ആയുർവേദ മെഡിക്കൽ ഷോപ്പ് ചെന്നിട്ട് പറഞ്ഞാൽ മതി, നമുക്ക് വയറിളക്കാനുള്ള ഒരു മെഡിസിൻ തരാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഹെർബലായിട്ടുള്ള അല്ല ആയുർവേദിക് ആയിട്ടുള്ള പൊടികളുണ്ടാവും. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് നമ്മൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വയറിൽ കുറേ നാളായിട്ട് ഇങ്ങനെ കെട്ടിക്കിടന്ന കുറച്ച് ദുഷിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് നമുക്ക് വയറ്റിൽ നിന്ന് നന്നായിട്ട് ഇളകിപ്പോകും. വയറിളക്കം പോലെയല്ല, നമുക്ക് ഒരു വയറ്റിൽ നിന്ന് ആവശ്യമില്ലാത്ത വസ്തുക്കൾ ഇളകിപ്പോകും. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ അമ്മയൊക്കെ ഇതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വെള്ളത്തിൽ കലക്കിയിട്ടൊക്കെ ചെറിയ ചൂടുവെള്ളത്തിൽ കലക്കി കുടിക്കാറുണ്ട്. അപ്പം ഒരുപാട് ഇങ്ങനെ വയറിളകി പോലെ, പക്ഷേ എന്നാലും നമ്മുടെ വയറ് 2-3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ പോയിട്ട് നമ്മുടെ വയറ് നല്ലപോലെ ശുദ്ധിയാവും. മാസത്തിലൊരിക്കലും 6 മാസത്തിലൊരിക്കലെങ്കിലും നമ്മുടെ വയറ് ഈ രീതിയിൽ ശുദ്ധിയാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മൾ മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും വളരെ നല്ലതാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം ചെയ്യാം. വണ്ണം കുറയ്ക്കാനാണെങ്കിലും കൂട്ടാനാണെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു മെത്തേഡ് ഇതാണ്. അതിന് ശേഷം നമ്മൾ ഒരു ഡ്രിങ്ക് ഫോളോ അപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ സാധാരണ വെള്ളം കുടിക്കില്ലേ, നമ്മളുടെ വെയിറ്റിൻ്റെ ഇപ്പോൾ 20 കിലോ വെയിറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 1 ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കണം. അപ്പോൾ വെള്ളം കുടിക്കുമ്പം അതിന് പകരമായിട്ട് നമ്മൾ ഈ ഒരു ഡ്രിങ്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ ഡ്രിങ്ക് ഉണ്ടാക്കാമെന്ന് ചോദിച്ചാൽ, നമ്മൾ വേങ്ങാക്കാതൽ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം, ഒരുപാട് പേർക്ക് അറിയാം അതിനെക്കുറിച്ച്. വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മരമാണിത്. അപ്പം അതിൻ്റെ കാതലാണ്. അപ്പം അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഔഷധ ഗുണമുള്ളതാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്ന വേങ്ങാക്കാതലാണ്. അതിൻ്റെ പൊടിയും കാതലായിട്ടൊക്കെ ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ നമ്മൾ അടുത്തുള്ള മരുന്ന് കടയിലൊക്കെ ചോദിച്ചാൽ വേങ്ങാക്കാതൽ കിട്ടും. അത് വാങ്ങിച്ചുകൊണ്ട് വരാം. അതിനുശേഷം നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കുക ചെയ്യണം. അത് അതിന് ഒരു മെത്തേഡ് ഉണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യാനായിട്ട് ഈ ഞാൻ പറയുന്ന രീതി തന്നെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 മന്തിനുള്ളിൽ ഒരു 5 to 8 kg എന്തായാലും കുറയും. നമ്മൾ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഫസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ വയറിളക്കുക എന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ നമ്മൾ ചെറിയ ഡയറ്റുകൾ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ടാണ് വണ്ണം കൂടുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മൾ വണ്ണം കുറഞ്ഞിരിക്കുന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ നമ്മളെന്ന് വെച്ചാൽ വണ്ണം കൂടുന്നതിനുള്ള റീസൺ, ഇപ്പോൾ ഞാൻ വണ്ണം വയ്ക്കുകയെന്ന് വെച്ചാൽ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ മധുരത്തോട് ഭയങ്കരമായിട്ടുള്ളൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ഞാൻ കുറേ സ്വീറ്റ്സ് കഴിക്കും, അല്ലെങ്കിൽ ഫ്രൈഡ് ഐറ്റംസ് കഴിക്കും, ഡ്രൈ നട്ട്സ് കഴിക്കും, അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം ചോറ് കൂടുതലായിട്ട് കഴിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എനിക്കത് പെട്ടെന്ന് എൻ്റെ ശരീരത്തിൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പം ഞാൻ വെയിറ്റ് കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 1 മന്ത് ഞാൻ ഈ ഡ്രിങ്ക് ഫോളോ അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പം നെക്സ്റ്റ് മാസം നമ്മൾ ഡിസംബർ 30-ാം തീയതി ഞാനും എൻ്റെ ഈ ഒരു ഡ്രിങ്ക് കുടിച്ചിട്ടുള്ള അപ്ഡേഷൻസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ലൈവായിട്ട് തന്നെ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതൊന്ന് ഫോളോ അപ്പ് ചെയ്ത് നോക്കാം. വേങ്ങാക്കാതിൽ അടുത്തുള്ള മരുന്ന് കടയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ആ രീതിയിൽ തന്നെ ഉണ്ടാക്കി നമ്മളൊരു 30 ദിവസം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്തായാലും ഒരു മിനിമം 5 kg, അതല്ലെങ്കിൽ 5 to 8 kg പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ റിസൾട്ട് ഉണ്ട്. ചില ആൾക്കാർ പെട്ടെന്ന് തടിക്കും, ചില ആൾക്കാർ പെട്ടെന്ന്, ഞാനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തടിക്കും, എന്നാൽ പെട്ടെന്ന് മെലിയുകയും ചെയ്യും. അങ്ങനത്തെ ഒരു ശരീരപ്രകൃതി ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ശരീരപ്രകൃതിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം ഇത് റിസൾട്ട് ഉണ്ടാവും. എന്നാൽ PCOD അതല്ലാതെ തൈറോയ്ഡ് ഇഷ്യൂസ്, നിങ്ങൾക്ക് ഇതിൽ ഹോർമോൺ ഇംബാലൻസ് അങ്ങനെ പ്രോബ്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എന്തുകൊണ്ടാണ് എനിക്ക് വെയിറ്റ് ഉണ്ടാവാനുള്ള കാരണം എന്ന് മനസ്സിലാക്കാം. PCOD പോലുള്ള ഇഷ്യൂസൊക്കെ ആണെങ്കിൽ, ഹോർമോണൽ ഇഷ്യൂസൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതെന്താണെന്ന് ചെക്കപ്പ് ചെയ്തിട്ട് അതിനുള്ള മെഡിസിൻ കൂടെ ഇതിലൂടെ എടുത്തിട്ട് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ കുടിക്കുന്നുണ്ട്, പക്ഷേ എന്താ എനിക്ക് റിസൾട്ട് കിട്ടാത്തത്? കാരണം ഇവിടെ
ഇങ്ങനൊരു നമുക്കൊരു ശാരീരികമായുള്ള പ്രശ്നം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വളരെ സ്ലോ ആയിട്ടുള്ള പ്രോസസ്സായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തുകൊണ്ടാണ് വെയിറ്റ് കുറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ വെയിറ്റ് എന്തുകൊണ്ടാണ് നമ്മൾ കൂടിയെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഡ്രിങ്ക് എങ്ങനെ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇത് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് കണ്ടിട്ട് വരാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 12 ഗ്ലാസ് വെള്ളമാണ്. ഇതിലേക്ക് ഒരു നുള്ള് നമ്മുടെ കരിങ്ങാലി, അതുപോലെ തന്നെ ഒരു നുള്ള് അയമോദകം നമ്മളുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷൻ മാറേണ്ട വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ്. 1.5 സ്പൂണ് നമ്മളുടെ വേങ്ങാക്കാതൽ, ഒരു നുള്ള് തന്നെ ചെറിയ ജീരകം അഥവാ നല്ല ജീരകം, അത് നമുക്ക് വെയിറ്റ് ലോസിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് കറുവപ്പട്ട, ഇത്ര ഇട്ടിട്ട് നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം. 12 ഗ്ലാസ്സിനെ നമ്മൾ 10 ഗ്ലാസ്സാക്കി വറ്റിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ തണുത്തതിന് ശേഷം ഓരോ മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളം കുടിക്കാം. രാവിലെയും വൈകുന്നേരം ഓരോ ഗ്ലാസ് വെള്ളത്തിൽ, ചെറിയ ചൂടുള്ള വെള്ളത്തിലോട്ട് നമ്മൾ 1 ടീസ്പൂൺ നമ്മളുടെ ത്രിഫല ചൂർണം കൂടെ ആഡ് ചെയ്തിട്ട് വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. തേങ്ങാക്കാതിൽ നമ്മൾ 1 സ്പൂൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 16 ഇരട്ടി വെള്ളം എന്നാണ് കണക്ക്. അപ്പം നമ്മൾ 10 ഗ്ലാസ് എടുത്താൽ 8 ഗ്ലാസ്സാക്കി വറ്റിച്ചിട്ട് ആ വെള്ളമാണ് നമ്മൾ ഒരു 1-2 മണിക്കൂർ ഇടവിട്ട് ഓരോ ഗ്ലാസ് വീതം കുടിക്കും. പിന്നെ ചില പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലതാണ്, ഫാസ്റ്റായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ശരീരത്തിൽ ഷുഗറിൻ്റെ അംശം കുറവാണ്, നമുക്ക് ചില പേഷ്യൻസ് ഉണ്ടല്ലോ പ്രമേഹ രോഗികളും ഉണ്ട്, അതുപോലെ തന്നെ ഷുഗർ നമ്മുടെ ബോഡിയിൽ കുറവായ ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരിത് കുടിക്കാതിരിക്കാൻ നല്ലത്, കാരണം അതൊന്നും കൂടി ഡൗൺ ആയി പോകും, തല കറങ്ങിയൊക്കെ വീഴാൻ സാധ്യതയുണ്ട്. അപ്പം നിങ്ങളുടെ ശാരീരികമായ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ 2 ടൈം, രാവിലെയും നൈറ്റും നമ്മൾ ഇതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ നമ്മളുടെ ത്രിഫല ചൂർണം ആഡ് ചെയ്യുക. അതായത് ചെറിയ ചൂടോടുകൂടി ത്രിഫല ചൂർണം ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാൻ വേണ്ടി. രാവിലെ നമ്മൾ എഴുന്നേറ്റ ഉടനെയും വൈകുന്നേരം നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുന്നായിട്ടും ചെറിയ ഈ ഒരു വേങ്ങാക്കാതിലിട്ട് തിളപ്പിച്ച് ഈ വെള്ളത്തിലിട്ട് ത്രിഫല ചൂർണം ആഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. അങ്ങനെ നമ്മൾ 30 ദിവസം അടുപ്പിച്ച് കഴിച്ച് നോക്കുക. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മളുടെ വെയിറ്റ് ഒന്ന് എടുത്ത് വെച്ചിട്ട് നമ്മൾ നോക്കുക. നമ്മൾ എടുത്ത് വെച്ചുമ്പോഴത്തേക്കും നമുക്കറിയാം എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എന്നുള്ളത്. അപ്പോൾ ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, എന്നിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊക്കെ മറക്കരുത്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു പുതുമയെന്ന വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കിറ്റ്സ് മീ തനു സൈനിങ് ഓഫ്. ടേക്ക് കെയർ. ബൈ.